റോമൻ റെയിൻസിന്റെ ബ്ലഡ് ലൈൻ വീണ്ടും ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ വന്നിരിക്കുന്നു. അതും ഒരാളെ കൂടെ കൂട്ടിയിട്ട് ജേക്കബ് ഫാറ്റു. അതെ, ബ്ലഡ് ലൈൻ 2.0 ആണ് ഇനി മുതൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഒരു ഫേറ്റൽ 4-വേ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഓബാഫെമി ആയിരുന്നു ആ ഒരു മാച്ചിൽ ബാക്കിയുള്ള 3 പേരെയും അടിച്ച് ഒരു വഴിക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഓബാഫെമിയുടെ സ്റ്റാർ പവർ എത്രയാണ് എന്നുള്ളത് ആ ഒരൊറ്റ മാച്ചിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരുന്നു. സെത്ത് റോളിൻസും ബ്രോൺ ബ്രേക്കറും കൂടി ഒരു കിഡിലൻ ബാങ്ങർ മാച്ചായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ റോ എപ്പിസോഡിനെ കുറിച്ച് ഒന്ന് നോക്കി വന്നാലോ. വെൽക്കം ടു വീക്ക്ലി റിവ്യൂസ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Welcome to Weekly Reviews. നമ്മൾ സാധാരണയായിട്ട് വീക്ക്ലി റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാറില്ല. പക്ഷേ ഈ കഴിഞ്ഞ റോ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിന്റെ റിവ്യൂ ചെയ്യുന്നത്. ഇത് എല്ലാ ആഴ്ചയിലും പ്രതീക്ഷിക്കരുത്. റോ എപ്പിസോഡ് ഇത്രത്തോളം അടിപൊളിയാകാൻ വേണ്ടി ഏറ്റവും പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഇറ്റലിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന റോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫാൻസിന്റെ സപ്പോർട്ട് വളരെയധികം കിടിലനായിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് ജേക്കബ് ഫാറ്റുവിന്റെയും റോമൻ റെയിൻസിന്റെയും അക്നോളജ്മെന്റ് ചടങ്ങായിരുന്നു. ജേക്കബ് ഫാറ്റു ആ ഒരു മാച്ചിൽ തോറ്റു കഴിഞ്ഞാൽ ഫാറ്റു റോമൻ റെയിൻസിന്റെ കൂടെ കൂടണം എന്നുള്ളതും അക്നോളജ് ചെയ്തുകൊണ്ട് ബ്ലഡ് ലൈനിലെ ഒരു അംഗമായി മാറണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജേക്കബ് ഫാറ്റു ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം തന്നെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും റിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ റോമൻ റെയിൻസും 2 ഉസോസും ജെ ഉസോയും ജിമ്മി ഉസോയും കൂടി റിംഗിലേക്ക് വരികയുണ്ടായി. ഫാൻസ് മുഴുവൻ നല്ല രീതിയിൽ തന്നെ റോമൻ റെയിൻസിനെ വരവേറ്റു. കുറച്ചു നേരം റോമനെ ഒന്നും തന്നെ സംസാരിക്കാൻ ഫാൻസ് അവിടെ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഫാൻസ് മുഴുവൻ അവിടെ ചാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ജെ ഉസോ മൈക്കെടുത്തുകൊണ്ട് ജേക്കബ് ഫാറ്റുവിനെ റിംഗിലേക്ക് വിളിച്ചു. വേഗം വന്നുകൊണ്ട് നമ്മുടെ ട്രൈബൽ ചീഫിനെ അക്നോളജ് ചെയ്യൂ എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അപ്പോൾ തന്നെ ജേക്കബ് ഫാറ്റു അവിടേക്ക് എത്തുകയുണ്ടായി. ഫാൻസ് ജേക്കബ് ഫാറ്റുവിനെയും ചാൻഡ് ചെയ്ത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. റോമൻ റെയിൻസ് പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ജെ ഉസോ റിപ്പീറ്റ് ചെയ്തപ്പോൾ ജേക്കബ് ഫാറ്റു ജെ ഉസോയെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ജെ ഉസോയെയും ജിമ്മി ഉസോയെയും ഫാറ്റുവിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ട്രൈബൽ കോമ്പാറ്റിന് ഞാൻ വന്നപ്പോൾ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. തോറ്റു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഞാൻ തോറ്റെങ്കിലും ഞാൻ പറഞ്ഞ വാക്ക് എന്തായാലും പാലിക്കും. ട്രൈബൽ ചീഫിന്റെ കൂടെയാണ് ഞാൻ മത്സരിച്ച് തോറ്റിട്ടുള്ളത്. പക്ഷെ ഞാൻ നിന്റെ കൂടെയല്ല മണ്ട എന്നുള്ളത് ജെ ഉസോയെ കളിയാക്കിക്കൊണ്ട് ജേക്കബ് ഫാറ്റു അവിടെ നിന്നും പറയുകയുണ്ടായി. എന്നിട്ട് റോമൻ റെയിൻസിനെ അക്നോളജ് ചെയ്യുന്നു എന്നുള്ളത് ഒഫീഷ്യലി ജേക്കബ് ഫാറ്റു അവിടെ നിന്നും അനൗൺസ് ചെയ്തു. റോമന്റെ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് റോമനെ കൈ കൊടുത്തുകൊണ്ട് റോമൻ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒഫീഷ്യലി റോമൻ റെയിൻസിന്റെ ബ്ലഡ് ലൈനിലേക്ക് ജേക്കബ് ഫാറ്റു ജോയിൻ ചെയ്തിരിക്കുന്നു. ജിമ്മി അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജേക്കബ് ഇപ്പോൾ നമ്മുടെ കൂടെയാണ്. ഇത് ബാക്ക് സ്റ്റേജിലുള്ള എല്ലാവർക്കും ഒരു വാർണിംഗ് തന്നെയാണ്. വി ദ വൺ. 4 പേരും ആകാശത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന ആ ഒരു സമയത്തായിരുന്നു സെഗ്മെന്റ് അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ജേക്കബ് ഫാറ്റു റോമന്റെ ടീമിൽ കയറിയതുകൊണ്ട് തന്നെ ഇനി അടുത്തതായിട്ട് റോമന്റെ എതിരാളിയായിട്ട് വരേണ്ടത് നല്ല കിഡിലൻ ഏതെങ്കിലും വ്യക്തിയായിരിക്കണം. എന്നാൽ മാത്രമേ ഇവരുടെ ബ്ലഡ് ലൈനിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് വെറും ബ്ലഡ് ലൈൻ അല്ല, ജേക്കബ് ഫാറ്റുള്ള ബ്ലഡ് ലൈനാണ്. പിന്നീട് നടന്നത് കിങ് ഓഫ് ദി റിംഗ് ടൂർണമെന്റിന്റെ ഫസ്റ്റ് റൗണ്ട് മാച്ച് ആയിരുന്നു. ഒരു ഫേറ്റൽ 4-വേ മാച്ച് ആയിരുന്നു. പെൻഡ വേഴ്സസ് സോളോ സിക്കോവ വേഴ്സസ് കാർമെലോ ഹൈസ് വേഴ്സസ് ഓബാഫെമി. ബ്രോക്ക് ലെസ്നറിനെതിരെ തോറ്റതിന് ശേഷം ഓബാഫെമി നേരെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു മാച്ചിലേക്കായിരുന്നു. ബാക്കിയുള്ള 3 പേരും റിംഗിലെത്തി കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് ഓബയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ തന്റെ എൻട്രൻസിൽ തന്നെ 3 പേരെയും എടുത്തിട്ട് അറ്റാക്ക് ചെയ്യുകയുണ്ടായി ഓബാഫെമി. എന്നിട്ടും തന്റെ എൻട്രൻസ് അവിടെ തീർത്തില്ല. പക്ഷെ മാച്ച് തുടങ്ങിയ ഉടനെ തന്നെ ബാക്കിയുള്ള 3 പേരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്തത് ഓബയെ തന്നെയായിരുന്നു. ആ ഒരു മാച്ചിനിടയ്ക്ക് റിംഗ് സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്ന ഓബയുടെ മുൻപിലേക്ക് തലാത്തോങ്കയെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു സോളോയുടെ ടീമായിട്ടുള്ളത്. റിംഗിലേക്ക് കയറി പെൻഡയെയും കാർമെലോ ഹെയ്സിനെയും ഒരുമിച്ച് ഡബിൾ ചോക്സ്ലാം എല്ലാം തന്നെ ഓബ ചെയ്യുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ റിംഗ് സൈഡിലേക്ക് വീണ്ടും ഓബയെ സോളോ കൊണ്ടുവരികയുണ്ടായി. സോളോയും തലാത്തോങ്കയും കൂടി കോർണർ പോസ്റ്റിൽ ഓബയുടെ ഇഞ്ചുറി ആയിട്ടുള്ള കൈ കൊണ്ട് ഇടിപ്പിക്കുകയുണ്ടായി. തലാത്തോങ്ക ഓടി വന്നുകൊണ്ട് ഒരു കിഡിലൻ ബിഗ് ബൂട്ട് ചെയ്തു. ഓബാഫെമി കാണികളുടെ ഇടയിലേക്ക് പോവുകയുണ്ടായി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും സോളോയുടെ മുഖം മാറി അവിടേക്ക് നോക്കടാന്ന് പറഞ്ഞു. തലാത്തോങ്ക നോക്കിയപ്പോൾ അത് എഴുന്നേറ്റ് വരുന്നു. ഓബാഫെമി വീണ്ടും ഒരു ബിഗ് ബൂട്ട് ചെയ്യാൻ വേണ്ടി ഓടിപ്പോയെങ്കിലും ഓബ തലാത്തോങ്കയെ എടുത്തിട്ട് അടിച്ച് പരിവമാക്കി. പിന്നീട് ഓബയുടെ ഒരു താണ്ഡവം തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം സോളോയെ തന്റെ പവർ ബോംബ് ചെയ്തുകൊണ്ട് ഓബാഫെമി ആ ഒരു മാച്ചിൽ വിജയിച്ച് കിങ് ഓഫ് ദി റിംഗ് ടൂർണമെന്റിന്റെ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആയിരിക്കുന്നു. മിക്കവാറും കിങ് ഓഫ് ദി റിംഗ് വിജയിക്കാൻ വേണ്ടി പോകുന്നത് ഓബാഫെമി തന്നെയായിരിക്കും. മത്സരം കഴിഞ്ഞതിന് ശേഷം ബ്രോക്ക് ലെസ്നറെ വീണ്ടും ഓബാഫെമി വെല്ലുവിളിക്കുകയുണ്ടായി. ബ്രോക്ക് വേഴ്സസ് ഓബ മത്സരത്തിന് ശേഷം ബ്രോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 1-1 ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് ഓബ ഇവിടെയും പറയുകയുണ്ടായി 1-1 തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ തമ്മിലുള്ളത് തീർന്നിട്ടില്ല
തീർന്നിട്ടില്ല എന്ന്. പിന്നീടായിരുന്നു റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് നടന്നത്. സെത്ത് റോളിൻസ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ച്. എന്റെ മക്കളെ, കിഡിലൻ മാച്ച് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ മാച്ച് ആയിരുന്നു. രണ്ടുപേരും എന്ത് ജാതി പെർഫോമൻസ് ആണ്, ഒരു രക്ഷയുമില്ല. ഇവന്മാർ രണ്ടുപേരെയും വെച്ച് ഒരു ഹെൽ ഇൻ എ സെൽ മാച്ച് എല്ലാം തന്നെ വെച്ച് കിടുക്കി പൊളിക്കും. എന്തായാലും മാച്ച് തുടങ്ങി ഉടനെ തന്നെ സെത്ത് റോളിൻസ് ബ്രോൺ ബ്രേക്കറെ റിംഗ് സൈഡിൽ വെച്ച് അറ്റാക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടു. പിന്നീട് ഇവർ തമ്മിലുള്ള മാച്ച് സ്റ്റാർട്ട് ചെയ്തു. റിംഗ് സൈഡിലും റിംഗ് പോസ്റ്റിലും എല്ലാം തന്നെ സെത്ത് റോളിൻസിന്റെ മുഖം ബ്രോൺ ബ്രേക്കർ ഇടിപ്പിക്കുകയുണ്ടായി. റോളിൻസിന്റെ മുഖമെടുത്ത് അനൗൺസർ ടേബിളിൽ ഇടിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഉണ്ടായിരുന്ന ഒരു കിടിലൻ മൊമെന്റ് എന്താണെന്ന് വെച്ചാൽ ബ്രോൺ ബ്രേക്കർ ആപ്രോണിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അനൗൺസർ ടേബിളിന്റെ മുകളിൽ ഉണ്ടായിരുന്ന സെത്ത് റോളിൻസിന്റെ മേലേക്ക് ചാടാൻ വേണ്ടി പോയപ്പോൾ റോളിൻസ് അവിടെ നിന്നും ഇങ്ങോട്ട് ചാടുകയുണ്ടായി. രണ്ടുപേരും കൂടി എയറിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. കിടിലൻ. അത് കഴിഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്ന അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് റോളിൻസിനെ കയറ്റി വെച്ച് ഒരു സ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രോൺ ബ്രേക്കറിന്റെ ശ്രമം. എന്നാൽ ആ ഒരു സ്പിയർ പെഡിഗ്രിയാക്കി മാറ്റിക്കൊണ്ട് സെത്ത് റോളിൻസ് വീണ്ടും റിംഗിലേക്ക് വന്ന് ഒരു പെഡിഗ്രി കൂടി ചെയ്യുകയുണ്ടായി. എന്നാൽ ബ്രോൺ ബ്രേക്കറെ അവിടെയും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അടുത്തതായിട്ട് ഒരു സ്റ്റോംപ് ചെയ്യാൻ വേണ്ടിയിട്ട് സെത്ത് റോളിൻസ് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേ മൊമെന്റിലായിരുന്നു ഓസ്റ്റിൻ തിയറി ഇന്റർഫിയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഓസ്റ്റിൻ തിയറിയെ റോളിൻസ് എടുത്ത് പുറത്തേക്ക് ഇട്ടെങ്കിലും അപ്പുറത്തെ സൈഡിലൂടെ പോൾ ഹേമാനും കയറി വരികയുണ്ടായി. പോൾ ഹേമാനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് റഫറി പോയി സംസാരിച്ച സമയത്ത് ഓസ്റ്റിൻ തിയറി ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് എടുത്തുകൊണ്ട് സെത്ത് റോളിൻസിന്റെ മോന്തക്കിട്ടടിച്ചു. ഈ ഒരു അവസരത്തിൽ ബ്രോൺ ബ്രേക്കർ വിജയിക്കേണ്ടതായിരുന്നു. എന്നാൽ മോണ്ടസ്ഫോർഡിന്റെ ഒരു എൻട്രി നമുക്ക് കാണാൻ സാധിച്ചു. മോണ്ടസ്ഫോർഡ് ഓടി വന്നുകൊണ്ട് റിംഗ് സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്ന ഓസ്റ്റിൻ തിയറിയുടെ മേലേക്ക് ഒരു ചാട്ടം ചാടി. എന്നാൽ റിംഗ് സൈഡിൽ അതേപോലെ തന്നെ നിന്നിട്ടുണ്ടായിരുന്ന ബ്രോൺ ബ്രേക്കറിന്റെ കയ്യിൽ നിന്നും ഒരു സ്പിയർ ആയിരുന്നു മോണ്ടസ്ഫോർഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. റിംഗിലെത്തിയ ഉടനെ തന്നെ ബ്രോൺ ബ്രേക്കർ സെത്ത് റോളിൻസിനെ ഒരു സ്പിയർ ചെയ്തെങ്കിലും ആ ഒരു മാച്ചിൽ വിജയിക്കാനായില്ല. ബ്രോൺ ബ്രേക്കറിന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. വീണ്ടും ഒരു സ്പിയർ ചെയ്യാൻ വേണ്ടി ഓടിയിട്ടുണ്ടായിരുന്ന ബ്രോൺ ബ്രേക്കറിനിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് സൂപ്പർ കിക്ക് ആയിരുന്നു സെത്ത് റോളിൻസിന്റെ കയ്യിൽ നിന്നും. എന്നിട്ട് ഒരു കർബ് സ്റ്റോമും കൂടി ചെയ്തു. ബ്രോൺ ബ്രേക്കർ അപ്പോഴും തോറ്റില്ല. കാരണം പോൾ ഹേമാൻ ബ്രോൺ ബ്രേക്കറിന്റെ കാലെടുത്ത് റിംഗ് റോപ്പിൽ കൊണ്ട് വെക്കുകയുണ്ടായി. പോൾ ഹേമാൻ, ദി അൾട്ടിമേറ്റ് വില്ലൻ, ദി ഒറാക്കിൾ. റോളിൻസിന് അപ്പോൾ വീണ്ടും ദേഷ്യം പിടിച്ചു. പോൾ ഹേമാന്റെ പുറകെ തല്ലാൻ വേണ്ടി സെത്ത് റോളിൻസ് റിംഗ് സൈഡിലേക്ക് എത്തി. ഇതേ സമയത്ത് അപ്പുറത്തെ സൈഡിലൂടെ ആരും കാണാതെ ബ്രോൺ ബ്രേക്കർ ഓടി വന്ന് തന്റെ സ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെത്ത് റോളിൻസ് അതിവിദഗ്ധമായി അവിടെ നിന്നും മാറി ആ സ്പിയർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ദി ഒറാക്കിൾ പോൾ ഹേമാനെ തന്നെയായിരുന്നു. പോൾ ഹേമാനെയും ബാരിക്കേഡിനെയും കൂട്ടിക്കൊണ്ട് ബ്രോൺ ബ്രേക്കർ അപ്പുറത്തെ പറമ്പിലേക്ക് എത്തി. ഇതേ സമയം സെത്ത് റോളിൻസ് ബ്രോൺ ബ്രേക്കറിന്റെ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റും കൊണ്ട് റിംഗിന്റെ അകത്തേക്ക് കയറി വരികയുണ്ടായി. റിംഗിലെത്തി റോളിൻസിനെ ഉടനെ തന്നെ ബ്രോൺ ബ്രേക്കർ ഒരു സ്പിയർ ചെയ്തു. എന്നാൽ ആ ഒരു സ്പിയർ കൊണ്ടിട്ടുണ്ടായിരുന്നത് ബ്രോൺ ബ്രേക്കറിന്റെ തന്നെ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റിലേക്കായിരുന്നു. അതോടുകൂടി ബ്രേക്കറിന്റെയും ബോധം പോവുകയുണ്ടായി. റഫറി പോൾ ഹേമാനെ നോക്കി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്തില്ല. റോളിൻസ് ഒരു കർബ് സ്റ്റോംപ് ചെയ്തു. ആ ഒരു മാച്ചിൽ വിജയിച്ചു. യെസ്, സെത്ത് റോളിൻസ് ഈസ് ദ വിന്നർ. ഇനി ഇവരുടെ ഫ്യൂഡ് അധികകാലം കൊണ്ടുപോകരുത് എന്നാണ് എന്റെ ആഗ്രഹം. ഇത് ഉടനെ തന്നെ നിർത്തിയിട്ട് സെത്ത് റോളിൻസിന് നല്ലൊരു ഫ്രഷ് ഫ്യൂഡ് കൊടുക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഈ 3 സെഗ്മെന്റുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഇനിയുള്ള ഷോകളുടെ റിവ്യൂസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ എല്ലാ സെഗ്മെന്റുകളും ചെയ്യില്ല. പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന സെഗ്മെന്റുകൾ മാത്രമേ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.